അത് ഇത് നീ ഓക്കെ, ഇത് നീ പറഞ്ഞ ന്യായമാണ്. നിന്റെ ഇഷ്ടമാണ് സിമ്പതി വരണോ വരണ്ടേ എന്നുള്ളത്. ഞങ്ങൾക്ക് സിമ്പതി വന്നപ്പോ എന്തിനാണ് സിമ്പതി? നിങ്ങൾക്ക് സിമ്പതി വേണ്ട, ഗെയിമല്ലേ എന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. ആ പറഞ്ഞ നീ തന്നെയാണ് ഞാൻ പോയാൽ എനിക്ക് സിമ്പതി വന്നേക്കാമെന്ന് പറഞ്ഞത്. അവിടെയാണ് രണ്ടും നീ തന്നെ പറയണത്. അപ്പൊ നിങ്ങൾക്കും പറ്റിയില്ലേ? നിങ്ങൾക്കും പറ്റിയില്ലേ? നിങ്ങളും അവിടെ പോയത് എന്തിനാ? പുള്ളിനെ ഉണർത്താനാണ്. അവിടെ പോയി കഴിയുമ്പോൾ പുള്ളിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സിമ്പതി വന്നില്ലേ? അത് എനിക്ക് സംഭവിച്ചുകൂടാന്നില്ലല്ലോ. പക്ഷെ ഇത് ഗെയിം അല്ലേ, നിങ്ങൾ ഉണർത്താൻ വേണ്ടിയല്ലേ പോയത്? അത്രേ ഞാനും പറഞ്ഞുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് സിമ്പതി തോന്നിയില്ല, നീ അങ്ങനത്തെ ഗെയിമല്ലേ ഞങ്ങൾ ചോദിച്ചത്? അതല്ല, നമുക്ക് സംഭവിക്കുന്ന കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്. ഗെയിം അല്ലേ, സിമ്പതി തോന്നേണ്ട കാര്യമില്ലല്ലോ. പണ്ടേ കാലാവസ്ഥക്കാരോട് ചോദിച്ചപ്പോഴേ മഴ പെയ്യച്ചപ്പോ മോനെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. എനിക്ക് ഇത്രേ പറയുള്ളൂ. കണ്ടു പോകട്ടെ. താക്കോലിപ്പോൾ ഇവിടെ ഉണ്ട്. താക്കോലിപ്പോൾ ഇവിടെ അവിടെ ഇരിക്കട്ടെ. അത് എടുക്കണ്ട, അത് അവിടെ ഇരിക്കട്ടെ. രണ്ടുപേരും കൂടെ പൂട്ടി കളിച്ചാൽ മതി. സെറ്റായിട്ട് രണ്ടുപേരും കൂടെ കളിച്ചാൽ മതി. പൊന്നെ, നീ ഒറ്റയ്ക്ക് ഡോൺ ആവ്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇയാളുടെ സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചത് എന്റെ ഇവിടെ വന്ന് കഴിയുമ്പോ അങ്ങനെ ആവും. അതൊക്കെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾ അങ്ങനെ കളിക്കുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ നല്ലതാണ്, ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. പറയാൻ മറുപടി ഇല്ലാണ്ടാവുമ്പോ അങ്ങനെ നിനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്ത് പോവാ. അതന്നെ, ഒരേ കളി കളിക്കണം, ഒരേപോലെ കളിക്കണം. അത് ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങൾ വരും. അത് നല്ലതാണ്. നിങ്ങൾക്ക് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലതാണ്. അപ്പൊ അതെന്തിനാ നീ എടുത്തിട്ടത്? പിന്നെ അത് എനിക്ക് പറയണമെന്ന് തോന്നി. ഇതിന് മറുപടി ഇല്ലാണ്ടായപ്പോഴേ അതൊന്നുമില്ല. നിനക്ക് എന്തും പറയാനുള്ള അവകാശം. ഇതിന് മറുപടി ഇല്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കണം നിനക്ക്. ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കണം നിനക്ക്. ഇതൊക്കെ പറയാം, എന്ത് വേണം പറഞ്ഞു. എനിക്ക് എന്റേതായിട്ടുള്ള കാര്യത്തിന് നിന്റെ കയ്യിലല്ലേ അടിച്ചേൽപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. വേണ്ട, ഞാൻ സമ്മതിക്കൂലല്ലോ. മനസ്സിലായല്ലോ, ഞാൻ ഡിപ്ലോമാറ്റിക് ആണ്. മനസ്സിലായി. നീ ആ ത്രാസ് കൊണ്ടിട്ട് വീട്ടിൽ വെക്ക്. നീ ആ ബാലൻസ് ചെയ്യുന്ന ത്രാസ് ഉണ്ടല്ലോ, ഡിപ്ലോമാറ്റിക്. അത് ഞാൻ നോക്കാം. എത്ര ദിവസം നിൽക്കും നമുക്ക് നോക്കാം. മാറ്റി വെച്ചേക്ക്. നമുക്ക് നോക്കാം. ആ ത്രാസ് കൊണ്ട് മാറ്റി വെച്ചേക്ക് കേട്ടോ. ത്രാസ് എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, ഞാൻ വെച്ചോളാം. രണ്ടോടത്തും എന്തായാലും ഞാൻ ഒരു ത്രാസ് കൊണ്ട് എന്റെ കയ്യിൽ വെച്ചല്ലേ കളിക്കുന്നത്, അല്ലാതെ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. ഞങ്ങളുടെ തീരുമാനം അത് മതി. അത് ചൂണ്ടിക്കാണിക്കും. ആ ത്രാസ് രണ്ടോടത്തും ഇത് ചൂണ്ടിക്കാണിക്കും. ഇത് എന്നേലും പുറത്തു വരില്ല ഒന്നിച്ച് കളിക്കുന്നത്. ഇത് പുറത്തു വരുമല്ലോ എന്തായാലും. ഇത് അത് ബ്ലോക്ക് ആവുന്നില്ല. ശരിയാ, നമ്മളെ മനസ്സിൽ പോലും വിചാരിക്കാത്ത ടീമുകളാണ് നമുക്ക് തിരിച്ചടിച്ചോണ്ടിരിക്കുന്നത്. ഒരു പൊട്ടലങ്ങ് പൊട്ടും എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ നോക്കിക്കോ. ഇന്ന് ചവിട്ടിക്കളി. നമുക്കിന്ന് കളിക്കാൻ ഒന്നുമില്ല. എന്നാൽ ഇന്ന് സബ്ജക്റ്റ് എന്താ ഉള്ളേ? ഞാൻ ആലോചിക്കേ, ഇന്നലെ വരെ നടന്നതിലൊന്നും അനലൈസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ വലിയ സബ്ജക്റ്റുകളില്ല. ചേട്ടാ, അത് അതിന് ശേഷം കുളിച്ചവരായിരിക്കും ചേട്ടാ. ചേട്ടാ രാത്രി ആര്യൻ, നിങ്ങൾ മൈക്ക് ധരിക്കുക. മുടി എഴുതി വെച്ചിട്ടുണ്ടോ? മുടി ആക്ച്വലി മുടി നല്ലോണ്ട്. ഉറക്ക പറയാൻ സംസാരിക്കും. സൗണ്ട് പോലെ നമുക്ക് ഒരു ദിവസം 2-3 ദിവസം സമയത്തെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വല്ലാത്ത റീസണിൽ പോയി ചൂണ്ടാൻ വേണ്ടിയല്ല കേട്ടോ. ഞങ്ങൾ 3 പ്രാവശ്യം ക്ലീൻ ചെയ്തില്ലേ ഒരു വാഷ്റൂം. ഒരു കാര്യം പറയുമ്പോൾ അതിനുവേണ്ടി ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചൂടായിക്കൊണ്ടിരിക്കുക വരുത്. അതെന്താ ആക്റ്റീവാ? അത് ആക്റ്റീവാ. ചളി അതല്ല ഉദ്ദേശിച്ചത്.
പക്ഷെ ഇതെന്തോടാ, ഞാനൊരു കൺസേൺ പറഞ്ഞപ്പോ ഒരു മുടി നമ്മളെ ക്ലീൻ ചെയ്യുമല്ലേ, അതിനിടയിൽ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നില്ല, ഒരു 1 ടൈമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. ഞാൻ 3 പ്രാവശ്യം പോയി ആ വാഷ്റൂമിനകത്ത് ക്ലീൻ ചെയ്യാൻ. ഞാൻ എന്താ കക്കുസ്തി പണി, അതല്ലല്ലോ ജോലി എൻ്റെ. എവിടെ കൂടെ ഇവരോട് ആക്ട് ആവാൻ വേണ്ടി ഡയലോഗ് അടിക്കുന്നു. ഇനി കുറച്ച് മാവും കുറച്ച് അരിയും ഉണ്ട്, ഇന്നത്തേക്ക് അരിയുണ്ട്, പിന്നെ ഇനി അരിയില്ല. അല്ല, മാവ് മാത്രമേ ഉള്ളൂ. തീരാനായ പക്ഷെ നമ്മുടെ ടീം ആഴ്ച തീരുവുള്ളൂ. ഗോതമ്പും കോമ്പിനേഷൻസും ഉണ്ടാക്കണം. നമുക്ക് നാളെ ഒരട്ടി ഉണ്ടാക്കാം. അത് ചേട്ടാ ആക്റ്റീവ് ഇന്ന് ഞങ്ങൾ എത്ര നേരം ആക്റ്റീവ് അല്ലാതില്ല, എപ്പോഴും രാത്രി ഓർമ്മ വേണ്ടിയിട്ട്. അല്ല കൊണക്കാൻ നിൽക്കുന്നില്ല, അതല്ല ചേട്ടൻ എണീറ്റിട്ട്, അത് മലയാള ഭാഷ വേറെ അർത്ഥം ഡബിൾ മീനിങ് വരുന്ന വേർഡാണെന്നൊന്നും അറിയില്ല. ചേട്ടൻ എണീറ്റിട്ട് ചേട്ടൻ പറഞ്ഞു, ചേട്ടന് ഏത് വേണമെന്ന് തീരുമാനിക്കണം നമ്മൾ. എലിഫന്റ് ബിഗ്. ബിഗ് ബോസ് എനിക്ക് മറ്റേ ആ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഡ്രസ്സ് എനിക്ക് വളരെ ഷോർട്ടാണ്. എനിക്ക് അതെന്തെങ്കിലും എനിക്ക് എത്തിച്ച് അവർക്ക് കൊടുത്ത പോലെ തന്നെ എനിക്കും തരാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ഐ പ്ലേഡ് ദ ഗെയിം. പിന്നെ എൻ്റെ ബാൻഡ് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഹാരി പ്ലീസ്, ഐ ഹാവ് ആ സാധനം എൻ്റെ കയ്യിലുണ്ട്. എന്തായിരിക്കും? നിന്റെ ഫ്രണ്ടിനെ പറ്റി ആയിരിക്കും ചിലപ്പോ, എനിക്കറിയോ. ഇല്ലില്ല, എന്റെ ഫ്രണ്ട് ഭയങ്കര അടിപൊളി ഫ്രണ്ടാണ് എൻ്റെ. അല്ല, നീ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിനെ മിസ്. അതെ, ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒരുപാട് മിസ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ഹായ് കൊടുക്കോ പ്ലീസ്? കൊടുക്കുക എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. പേരറിയില്ല, എന്നാ മണ്ണൂന്നി പറഞ്ഞല്ലോ. മതി, അത് വേണ്ട. എന്തെങ്കിലും ലെറ്റേഴ്സ്. ബെസ്റ്റ് ഫ്രണ്ട് എ. ഓക്കെ, നെവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എക്ക് ഒരു ബിഗ് ഹായ് ഫ്രം അസ്. എന്നെ പോയിട്ടുള്ള അഭിപ്രായം പറ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത്. ഇവനൊരു കില്ലാടിയാണ്, പക്ഷെ പിടി തന്നിട്ടില്ല, നമ്മൾ പിടിക്കും. അത് മതി. അതെന്തെന്നറിയോ, ഇന്നലെ നിങ്ങൾ എന്താ കിടന്നുറങ്ങുന്നത്, അവരവിടെ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്ന ടാസ്ക്കാണ് എന്താ, അവർ അങ്ങനെയൊക്കെ ചോദിച്ചു. പെട്ടെന്ന് ഉറങ്ങിക്കിടന്നപ്പോഴാണ് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുക ഞാൻ ചെയ്ത മോശമല്ലേ, ഓരെ എണീപ്പിക്കണല്ലോ. അപ്പോൾ ഓടി വന്നിട്ട് വിളിച്ചതാ. പക്ഷെ അപ്പോഴേക്ക് സമയം നേരം എടുത്തു. നിങ്ങള് 10 ഉറക്കം കഴിഞ്ഞു. അതെ, അങ്ങനെ പറഞ്ഞില്ല കിടന്നത്. എന്നോടൊന്നും ബിഗ് ബോസ് ആവശ്യപ്പെട്ടില്ല, പറഞ്ഞിട്ടില്ല. ഉറങ്ങി എല്ലാം കഴിഞ്ഞു. നിന്നെ ഞാൻ ഒരു കാലത്ത് ഉറങ്ങാം. ഈ അവിടുത്തെ കാര്യം ആരായിരിക്കും അവിടെ എനിക്ക് ക്ലോസ് പോകാൻ പോവാ. ഇവിടെ ഷോട്ട്, ഈ ബാക്കിലും ഷോട്ടല്ലേ ഷോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ വിളിക്കുമ്പോ നോക്കിയാ ഇവിടെ പിന്നെ പറയാം. ചേട്ടാ ഇവിടെ ഇരിക്കുവാ. നീ പറയാൻ പറയുമ്പോ ഞാൻ പറയാ നിന്റെ വേലക്കാരൻ. ആവശ്യമുണ്ട്.
ക്യാപ്റ്റനോട് കുറച്ച് കാര്യം സംസാരിക്കണം. അവിടെ 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 അപ്പൊ ക്യാപ്റ്റൻ ഒന്നും ആവില്ലേ? അവിടെ പോയി പറഞ്ഞു. ക്യാപ്റ്റന് പിന്നെന്താ? ബായോ റെന ബായോ ധൈര്യമായിട്ട് ബായോ എന്റെ കൂടെ ബായോ തെറാപ്പിസ്റ്റിന് വേണമെങ്കിൽ കമോൺ ബാ. ഞാൻ തെറാപ്പിസ്റ്റ് ഒന്നുമല്ല. അല്ല ആണെന്നവള് പറഞ്ഞില്ല. ചേട്ടനെ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കേ. റെന പറഞ്ഞത് തെറാപ്പിസ്റ്റിനെ വേണമെന്നാണ്. എന്നിട്ട് ഞാൻ അത് ചോദിച്ചപ്പോ അപ്പൊ ഉൾട്ടിയാക്കി. ചോദിച്ചില്ല, വിളിച്ചപ്പോൾ. മലയാളം വിളിച്ചപ്പോൾ റെനയ്ക്ക് തെറാപ്പിസ്റ്റ് വേണമെങ്കിൽ ഞാൻ ബിഗ് ബോസിനോട് പറയാം. അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ആണെന്ന് ഞങ്ങൾ ഇന്നലത്തെ പേപ്പറിൽ വായിച്ചു. ഒന്നുമല്ല. എനിക്ക് ചേട്ടനാണല്ലോ. ചേട്ടനല്ലാതെ ഈ വീട്ടിൽ ആരാ ചേട്ടാ ഉള്ളത്? ക്യാപ്റ്റൻ അല്ല എല്ലാവരുടെയും ഒരു തെറാപ്പിസ്റ്റ് ആവേണ്ടത്. മനസ്സിരുന്ന് കേട്ട്. ക്യാപ്റ്റൻ മുത്തല്ലേ ആരും ഇല്ലാത്തപ്പ നടക്കും. അതല്ലാണ്ട് മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കാനോ അതെന്താണെന്ന് അറിയാനോ അതിന് മറുപടി പറയാനോ ഒന്നും നിൽക്കത്തില്ല. ചേട്ടാ ഇവിടെ വന്നിരിക്കും, നമുക്ക് സംസാരിക്കാം. 1.5 മണിക്കൂർ നടക്കുന്നത് അത് അരമണിക്കൂർ കണ്ടന്റ് ആയി പോകാൻ കാര്യം പറയാൻ 10,000 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു. അനീഷേട്ടാ ഇവിടെ വന്നിരിക്കും, നമുക്ക് സംസാരിക്കാം. അനീഷേട്ടാ എന്താ ചേട്ടാ? അനീഷേട്ടാ ഇവിടെ വായോ, ഒന്ന് സംസാരിക്ക ചേട്ടാ. ചേട്ടാ ഇങ്ങനെ ഒറ്റക്ക് നടക്കല്ലേ. അനീഷേട്ടാ നല്ലോണല്ലേ ചേട്ടാ വിളിക്കുന്നത്? ചേട്ടാ ഒന്ന് വായോ, ഇരിക്ക സംസാരിക്കാം. രാവിലെ പറയാം. എല്ലാവരും ആയിട്ടൊന്ന് സംസാരിക്കണ്ടേ? ക്യാപ്റ്റൻ നീ വിളിക്കുമ്പോ വന്നിരുന്നു കഴിഞ്ഞാൽ അയ്യോ ഈഗോ. എന്താ അനീഷേട്ടാ? തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിനോട് പറയാം. അല്ലാതെ ക്യാപ്റ്റൻ സംസാരിക്കാൻ വരും. ചേട്ടനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ റെനയ്ക്ക് വേണമെങ്കിൽ പോയി പറയാം. അല്ലെങ്കിൽ ഞാനൊരു ക്യാപ്റ്റൻ തെറാപ്പിസ്റ്റ് സംസാരിക്കാൻ അല്ല വരൂലേ? റെന. അല്ലെങ്കിൽ ക്യാപ്റ്റൻ സംസാരിക്കാൻ വരൂലേ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ക്യാപ്റ്റനോടല്ലേ അനീഷേട്ടോ പറയേണ്ടത്? അച്ഛൻ നമ്മളെ വിട്ടുപോയി. രാജകുമാര സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. നിന്റെ അച്ഛനെ ആരോ കൊന്നതാണ്. ഇല്ലെങ്കിൽ എന്റെ മക്കൾ എന്നെ കൊന്നുകളയും. അരവിന്ദൻ മരിച്ചാൽ എങ്കിൽ നമ്മെ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യില്ല. നീ അവനെ കുറ്റപ്പെടുത്തുകയാണോ? നിങ്ങൾ കുറ്റം പറയുന്നു. എന്റെ 2 കൈകളും ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളുണ്ട്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എന്താ ഷിബു, നിനക്ക് ഇവളോട് പ്രേമോ?